പി ആർ സുനിൽ കൂടിയുണ്ട് വിശകലനവുമായി. പി ആർ സുനിൽ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ എടുക്കുന്ന ചില കാര്യങ്ങൾ, സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്ന മട്ടിൽ നടപ്പാക്കുന്ന ചില കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ തുടർഭരണം ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് കോടതി തിരിച്ചറിയുകയാണ്. 20 കോടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിടുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം ആദ്യം ഉണ്ടാകുന്ന പാർട്ടിയിലാണ്. പാർട്ടിയിൽ തീരുമാനിച്ച ശേഷം അത് സർക്കാരിന്റെ തീരുമാനമായി, മന്ത്രിസഭായോഗ തീരുമാനമായി പുറത്തുവരികയാണ്. വലിയ തിരിച്ചടിയായത് വിലയിരുത്തേണ്ടി വരില്ലേ സുനിൽ? തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടി തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായാലും നവകേരള സർവേ എന്ന പേരിൽ ഇപ്പോൾ നടത്തുന്ന ഈ സർവേ എന്നത് ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി എന്നതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ വരുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ സർക്കാർ പണം മാറ്റിവെക്കുന്നത്, ചിലവാക്കുന്നത് തെറ്റായ നടപടിയാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തുമ്പോൾ തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. അതേസമയം സർക്കാർ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്നത് ജനങ്ങളിലേക്ക് എത്രത്തോളം വികസനം എത്തുന്നു, അത് ജനങ്ങൾ ആ വികസനത്തിൽ സംതൃപ്തരാണോ എന്ന കാര്യത്തിൽ ജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായം നേരിട്ടറിയുക, അതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു സർവേ സംഘടിപ്പിച്ചത് എന്നതാണ് സർക്കാരിന്റെ വിശദീകരണം വരുന്നത്. അതേസമയം ഇതൊരു രാഷ്ട്രീയ പ്രചരണമാണ് എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുമ്പോൾ തീർച്ചയായും സർക്കാരിന് തിരിച്ചടിയാണ്. പ്രതിപക്ഷം ശക്തമായ ആയുധമായി ഈ ഹൈക്കോടതി വിധിയെ സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, പി ആർ സുനിലാണ് വിശകലനം നടത്തിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ തീരുമാനമെടുക്കുന്നത്. നവകേരള സർവേ ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്.